നിങ്ങൾ ആഖിറത്തെ ഓർത്ത് കരഞ്ഞോളി. നരകത്തിൽ കിടക്കണ്ടേ, അതോർത്ത് കരഞ്ഞോളി. എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. മുജാഹിദിന്റെ ഒരു വലിയ മൗല്യം, അയാൾ പറയുന്നത് ജാറോ എന്ന് പറഞ്ഞാൽ ലേനത്തിന്റെ കേന്ദ്രമാണ്. മരിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞതാ ഉമർ മൗലവിയ. ഒന്ന് കണ്ടോട്ടെ, ഒന്ന് വെച്ചു കൊടുത്താ മനെ, അയാളൊന്ന് പറ. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. കിതാബൊക്കെ ഇപ്പൊ കണ്ടത് ലയനത്തിന്റെ കേന്ദ്രമാണ് ജാറോ. മദീനത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറുണ്ട് പള്ളിയോട് ചേർന്ന്, അത് ലയനത്തിന്റെ ഒരു കേന്ദ്രം. അവർക്ക് ഇടിച്ച് നിരത്തിയാൽ രക്ഷ ഉണ്ടാവും. പിന്നെ മൂപ്പർക്ക് വഹി ഉണ്ടായത് എന്താണെന്നറിയോ? ഇങ്ങനെ ജാറങ്ങളൊക്കെ ഒന്ന് നശിപ്പിച്ചാലും മലക്കുകൾ ഇറക്കും അല്ലാഹു തആല സഹായിക്കാൻ വേണ്ടി, മുസ്ലിമുകളെ സഹായിക്കാൻ. അതായത് ഖുർആനിലുള്ളത്, ഏത് ഹദീസിലുള്ളത്? അത് നിങ്ങൾ ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വന്ന വഹിയ. അല്ലാഹ് മൂപ്പരെ ഏൽപ്പിച്ച് മലക്കുകളെ ക്യാപ്റ്റൻ അയച്ചു, മലക്കുകൾ ഇറക്കി കൊടുക്കും. മൂപ്പർക്ക് ഇറങ്ങിയ വഹിയ. അവൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുന്ന ഇവരെക്കാൾ വലിയ അക്രമി ആരാണ് സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഉമർ മൗലവിന്റെ നെഞ്ഞത്തല്ലേ പോയി തെറിക്കുന്നത്? നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ ജാറത്തിന്റെ മഹത്വം എത്രയാ പറഞ്ഞത്? അതുണ്ടോ പറഞ്ഞു തീർക്കാൻ ഇവിടെ സമയം? ഞാനതൊക്കെ പല സീഡിയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇനി സഹോദരന്മാരെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഔലിയാക്കളുടെ മഖ്ബറ മുഴുവനും ലയനത്തിന്റെ കേന്ദ്രമാണെന്ന് പ്രസംഗിച്ച് ഈ മൗലവി. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമുമായി എന്താ ബന്ധം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിൽ അവിടുത്തെ മയ്യിത്ത് മറവ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലം ചോദിച്ചു വാങ്ങിയെന്നല്ലേ ബുഖാരിയിലുള്ളത്? അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തു എന്നല്ലേ ഉള്ളത്? അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറടക്കം ഉള്ളത് കൊണ്ടല്ലേ? അതുപോലെ എന്തിനധികം പറയണം, മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയിൽ തന്നെ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് 1000-ഓളം വരുന്ന അമ്പിയാക്കളെ ഖബറുണ്ടെന്ന് അവർ എഴുതിയിട്ടില്ലേ? ഞാനതിനെ സംബന്ധിച്ച് നാദാവത്ത് ചോദിച്ചിട്ട് സെലഫി മിണ്ടിയിട്ടില്ലല്ലോ. എന്നാ സഹോദരന്മാര് മനസ്സിലാക്കണം, സുബ്ഹാനല്ലാഹ്. ഇനിയും നിങ്ങൾ കേട്ടോളൂ, തീർന്നില്ല. എന്താ പറയുന്നത്? ഇയാള് പറയാണ് ലയനത്തിന്റെ കേന്ദ്രമാണ്. എന്നിട്ട് മൂപ്പരെന്താ ചെയ്തത്? മൂപ്പർ ഇ കെ ഹസൻ മുസ്ലിയാർ മരിക്കാൻ നോക്കുമ്പോൾ ഒരു കത്ത്, ഇ കെ ഹസൻ മുസ്ലിയാരെ മുസ്ലിം ആകണമെന്നാ രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നിട്ട് അതിനെന്താ ഉണ്ടായ ഭവിഷ്യത്ത് നിങ്ങൾ അറിയോ? ഉമർ മൗലവിന്റെ വളരെ പ്രധാനപ്പെട്ട മകൻ. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനൊരു ശരിക്കും ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാണ്. എന്റെ വാപ്പ വലിയ മൗലവിയായിരുന്നു, മൗലവിയായിരുന്നു. കെ ഉമർ, ഖുർആൻ ഭാഷ തർജ്ജമ ചെയ്ത ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു. ജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു. അൽ ഇസ്ലാഹി മാസികയിൽ ഉമർ മൗലവിന്റെ മാലുണ്ട്. സ്വർഗത്തിലേക്ക് കൂതിച്ച ചേതന വേദന സന്ദീതൻ സായുജ്യമാകുവാൻ എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിന്റെ മാലുണ്ട് മുജാഹിദിന്റെ അൽ ഇസ്ലാഹി മാസികയിൽ. ആ മാല ഞാൻ പല സ്ഥലത്തും എടുത്ത് ഉദ്ധരിച്ചിരുന്നു. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ മൗലവിമാര് ക്യാമറയും കൊണ്ട് പിടിച്ചെടുക്കാൻ പോയതാ. അങ്ങനെ സ്വർഗത്തിലേക്ക് കൂതിച്ച ചേതന വേദന സന്ദീതൻ സായുജ്യമാകുവാൻ. ആ മാലയില് വലിയ ഡെപ്യൂട്ടി സെക്രട്ടറിയാണെന്ന് മകനെ ബഹുമാനം പറയുന്നുണ്ട്. ആ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന മകൻ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി ലഅനത്തിന്റെ കേന്ദ്രമാണ് ജാറങ്ങളെന്ന് പ്രസംഗിച്ച് ഇ കെ ഹസൻ മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉമർ മൗലവി കത്തയച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹ് കൊടുത്ത ശിക്ഷ അറിയോ? ഉമർ മൗലവിന്റെ മകനങ്ങ് കാഫിറായി. 1-ാം നമ്പർ സന്യാസി വേഷം കെട്ടി അള്ളാഹിനെ തള്ളിപ്പറയുന്ന, ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന പച്ച കാഫിറായി. ആ കാഫിറായ ബഷീർ മാഷ്, ആ ബഷീർ മാസരെടുക്കല് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരായ കുറച്ച് കുട്ടികള്, അതാ മുഖാമുഖം മാസികയുടെ പ്രവർത്തകന്മാര് ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ ഞങ്ങളെ ഉസ്താദിന് ഒരു കത്തയച്ചിരിക്കുന്ന മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി, അഡ്രസ് തെറ്റിയിട്ട് ഉസ്താദിന് വന്നത്, നിങ്ങൾക്ക് അത് അയക്കേണ്ട കത്ത്.
നിങ്ങളാണല്ലോ കാഫറായത്. അതുകൊണ്ട് ആ കത്ത് കണക്ക് പിടിച്ചോന്ന് മറ്റു കത്തങ്ങ് കൊടുത്ത അയാളെ കയ്യിൽ അതൊന്ന് കണ്ടോളിങ്ങള്. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ കെ ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ജാറങ്ങൾ മുഴുവൻ ലായത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞ് ആലിമീങ്ങളെ മൗലിയാക്കൾ കാഫറാക്കി നിർമ്മിട്ട് സുബ്ഹാനല്ലാഹ്. ഇനി അതിന് മറുപടി ഉണ്ടാവും. മൗലിയെന്നറിയോ, നൂഹ് നബിയുടെ മോൻ കന്നാന് കാഫറായിരുന്നല്ലോ. പിതാവിന്റെ ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ പുതിയ വഴികളിൽ ശരിക്ക് നല്ലൊരു വഴി തുറന്ന് കിട്ടിയത്. അങ്ങനെ ആയിരിക്കൂലേ? എന്തായാലും എനിക്ക് പിതാവിന്റെ ആ രക്തം തന്നെയാണ് എന്റെ അടുത്തുള്ളത്. പിതാവിന് എന്തൊക്കെ ചെറുപ്പകാലം മുതൽ എന്തൊക്കെ വിപ്ലവകരമായ ആശയങ്ങൾ ഉണ്ടായിരുന്നോ അതേപോലെ ശരിയാണെന്ന്. അപ്പൊ അദ്ദേഹം വളരെ ഒരു സുന്നി കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വളർന്നത്. അദ്ദേഹത്തിന് അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് അതിന്റെ ഒരു മുൻനിരയിൽ തന്നെ ഇത് കൊള്ളാൻ കാരണം. അത് എന്റെ പിതാവ് എനിക്ക് തന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സംശയമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നൂഹ് നബി വടക്ക് പണിയെടുത്തിട്ട് മുസ്ലിം ആയിരുന്ന കന്നാന് കാഫറായതല്ല. പിന്നെ പണ്ടന്റെ കാഫറായ കന്നാൻ ഇങ്ങോട്ട് വരാണ്ട് അത് മനസ്സിലാക്കണോ? നൂഹ് നബി മോശമായ പണിയെടുത്തിട്ടല്ല, ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ വടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാറ്റിനും മറുപടി ഉണ്ടാവുമല്ലോ.